ഹായ്. ബിക്കോസ് ആൻഡ് ബിക്കോസ് ഓഫ്, ഇത് രണ്ടും നിങ്ങൾക്ക് തെറ്റിപ്പോകാറുണ്ടോ? ഇത് രണ്ടും റീസൺ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. കാരണം കാണിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഗ്രാമാറ്റിക്കലി ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ഡിഫറൻ്റ് ആണ്. ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിക്കോസ് ആൻഡ് ബിക്കോസ് ഓഫ്. ഇതെങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമുക്ക് ലെസണിലേക്ക് കിടക്കാം. ബിക്കോസ് എന്ന് പറയുന്നത് ഒരു കൺജങ്ഷനാണ്. ബിക്കോസ് ഓഫ് എന്ന് പറയുന്നത് ഒരു പ്രെപ്പോസിഷനാണ്, എ 2 വേർഡ് പ്രെപ്പോസിഷൻ. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച്, 2 ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ പെട്ടവയാണ് ഇത് രണ്ടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറിന് വ്യത്യാസം ഉണ്ട്. ഞാൻ 2 സെൻറ്റൻസസ് പറയാം. ഫസ്റ്റ് വൺ, വി ക്യാൻസൽഡ് ദ പിക്നിക് ബിക്കോസ് ഓഫ് റെയിൻ. അതിൻ്റെ മീനിങ് മഴ കാരണം ഞങ്ങൾ പിക്നിക് ക്യാൻസൽ ചെയ്തു എന്നാണ്. ഇനി വേറൊരു സെൻറ്റൻസ്, വി ക്യാൻസൽഡ് ദ പിക്നിക് ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. ഞങ്ങൾ പിക്നിക് ക്യാൻസൽ ചെയ്തു, എന്തുകൊണ്ടെന്നാൽ അതിന് കാരണമാണ് പറയുന്നത്, മഴ പെയ്യുകയായിരുന്നു. ഫസ്റ്റ് സെൻറ്റൻസിൽ ബിക്കോസ് ഓഫ് റെയിൻ, ബിക്കോസ് ഓഫ് ആണ് ഉപയോഗിച്ചത്. റെയിൻ എന്നുള്ള ഒരു വാക്ക് മാത്രമേ അവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ, മഴ കാരണം. പക്ഷേ സെക്കൻഡ് സെൻറ്റൻസിൽ വന്നപ്പോൾ അവിടെ ബിക്കോസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, മഴ പെയ്യുകയായിരുന്നു എന്ന് ഉപയോഗിച്ചു. അപ്പോൾ ഈ 2 സെൻറ്റൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഫസ്റ്റ് സെൻറ്റൻസിൽ ബിക്കോസ് ഓഫ് കഴിഞ്ഞിട്ട് റെയിൻ എന്നുള്ള ഒരു വേർഡ് മാത്രം ഉപയോഗിച്ചു, മഴ, അത് ഒരു നൗൺ ആണ്. സെക്കൻഡ് സെൻറ്റൻസിൽ ബിക്കോസ് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് റെയിനിങ്. ഇറ്റ് എന്നുള്ളത് ഒരു സബ്ജക്റ്റാണ്, വാസ് റെയിനിങ് എന്നുള്ളത് ഒരു വേർബും ആണ്. സബ്ജക്റ്റും വേർബും ഒക്കെ ഉപയോഗിച്ചു ബിക്കോസ് എന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് തന്നെയാണ് ബിക്കോസ് ആൻഡ് ബിക്കോസ് ഓഫ് തമ്മിലുള്ള വ്യത്യാസം. ബിക്കോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞ് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വേർബ് ആയിരിക്കും. അതേസമയം ബിക്കോസ് ഓഫ് ആണെങ്കിൽ നൗൺ ഓർ നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഫ്രേസ് തന്നെ, ഫ്രേസ് ആയിരിക്കും, അത് നൗണിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ഫ്രേസ്, നൗൺ പോലെ തന്നെ ഫങ്ഷൻ ചെയ്യുന്ന ഫ്രേസ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കുറച്ച്, പക്ഷേ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. വേറൊരു എക്സാമ്പിൾ, ഷീ ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ് ബിക്കോസ് ഓഫ് ഹെർ ഹാർഡ് വർക്ക്. ബിക്കോസ് ഓഫ് ഹെർ ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക് കഠിന പ്രയത്നം, ഹാർഡ് വർക്ക് കൊണ്ടാണ് അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ബിക്കോസ് ഓഫ് ഹാർഡ് വർക്ക്, ഹാർഡ് വർക്ക് എന്നുള്ളത് ഒരു നൗണാണ്. അത് തന്നെ സെയിം മീനിങ് ഉള്ള സെൻറ്റൻസ് ബിക്കോസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഷീ ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ് ബിക്കോസ് ഷീ വർക്ക്ഡ് ഹാർഡ്. ഷീ ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ് ബിക്കോസ് ഷീ വർക്ക്ഡ് ഹാർഡ്. ബിക്കോസ് കഴിഞ്ഞിട്ട് ഷീ സബ്ജക്റ്റാണ്, വർക്ക്ഡ് വേർബാണ്. അപ്പോൾ സബ്ജക്റ്റും വേർബുമാണ് ബിക്കോസ് കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചത്. രണ്ടും സെയിം മീനിങ് ആണെങ്കിലും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനിൽ വ്യത്യാസം വരുന്നുണ്ട്, ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹീ ഫെയിൽഡ് ബിക്കോസ് ഓഫ് ഹിസ് ലേസിനെസ്. അവൻ ഫെയിലായി, അവൻ തോറ്റുപോയി. കാരണം എന്താ? ബിക്കോസ് ഓഫ് ഹിസ് ലേസിനെസ്, മടി, അവൻ്റെ മടി കാരണമാണ് അവൻ തോറ്റുപോയത്. ഇനി നമുക്കവിടെ ബിക്കോസ് വയ്ക്കാം. ഹീ ഫെയിൽഡ് ബിക്കോസ് ഹീ വാസ് ലേസി. ഹീ വാസ് ലേസി. ബിക്കോസ് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹീ സബ്ജക്റ്റാണ്, വാസ് വേർബാണ്. അവൻ മടിയനായതുകൊണ്ടാണ് തോറ്റുപോയത്. വേറൊരു എക്സാമ്പിൾ, ഐ ലൈക്ക് ഹിം ബിക്കോസ് ഓഫ് ഹിസ് സ്മാർട്ട്നെസ്. അവൻ്റെ സ്മാർട്ട്നെസ് കൊണ്ടാണ് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത്. ബിക്കോസ് ഓഫ് ഹിസ് സ്മാർട്ട്നെസ്. ഐ ലൈക്ക് ഹിം ബിക്കോസ് ഹീ സ്മാർട്ട്. ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് അവൻ സ്മാർട്ട് ആയതുകൊണ്ടാണ്. ഹീ ഈസ് സ്മാർട്ട്. ഹീ എന്നുള്ളത് സബ്ജക്റ്റാണ്, ഈസ് എന്നുള്ളത് വേർബാണ്. വി കുഡിൻ സ്ലീപ്പ് ബിക്കോസ് ഓഫ് ദ നോയ്സ്. ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ബിക്കോസ് ഓഫ് ദ നോയ്സ്. ശബ്ദം, നോയ്സ്, ശബ്ദം കാരണം ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വി കുഡിൻ സ്ലീപ്പ് ബിക്കോസ് ദ ചിൽഡ്രൻ വർ മേക്കിംഗ് നോയ്സ്. കുട്ടികൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ബിക്കോസ് ഓഫ് നോയ്സ് എന്നത് നൗൺ ആണ്. ബിക്കോസ് ഓഫ് നോയ്സ്. ഇനി ബിക്കോസ് യൂസ് ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചത്? ദ ചിൽഡ്രൻ വേർ മേക്കിംഗ് നോയ്സ്. ചിൽഡ്രൻ എന്നുള്ളത് സബ്ജക്റ്റാണ്, വേർ മേക്കിംഗ് എന്നുള്ളത് വെർബും ആണ്. ഇനി നമുക്ക് കുറച്ചുകൂടി എക്സസൈസസ് നോക്കാം. എക്സസൈസിൽ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അവിടെ എന്താണ്, ബിക്കോസ് ആണോ ബിക്കോസ് ഓഫ് ആണോ വേണ്ടത് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് വെക്കുക. എന്നിട്ട് ആൻസർ പറയുമ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഷീ ഡിഡ്ന്റ് കോൾ മീ ഡാഷ്, ഷീ വാസ് ബിസി. അവൾ എന്നെ വിളിച്ചില്ല കാരണം അവൾ ബിസി ആയിരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അവിടെ ബ്ലാങ്ക് സ്പേസിൽ വേണ്ടത് ബിക്കോസ്, കാരണം ഷീ വാസ് ബിസി. ആ ബ്ലാങ്ക് സ്പേസ് കഴിഞ്ഞ് വന്നിട്ടുള്ളത് സബ്ജക്റ്റും അതുപോലെ വേർബും ആണ്. നെക്സ്റ്റ് വൺ, they were late dash traffic jam. ട്രാഫിക് ജാം കാരണം, ഹെവി ട്രാഫിക് കാരണം അവർ ലേറ്റായി. അവിടെ ബിക്കോസ് ആണോ ബിക്കോസ് ഓഫ് ആണോ വേണ്ടത്? ബ്ലാങ്ക് സ്പേസ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ട്രാഫിക് ജാം ആണ്, നൗൺ. അപ്പോൾ വേണ്ടത് ബിക്കോസ് ഓഫ്. കറക്റ്റ്. അപ്പോൾ വേണ്ടത് ബിക്കോസ് ഓഫ് അല്ലേ? ബിക്കോസ് ഓഫ് തന്നെയല്ലേ മനസ്സിലുണ്ടായിരുന്നത് നിങ്ങളുടെയൊക്കെ? ഐ കെയിം ലേറ്റ് ഡാഷ് ഐ മിസ് ദ ബസ്. ഞാൻ ലേറ്റായി കാരണം എനിക്ക് ബസ് മിസ്സായി. ബ്ലാങ്ക് സ്പേസ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. സബ്ജക്റ്റാണ്, പിന്നെ വേർബും ആണ്. അപ്പോൾ വേണ്ടത് ബിക്കോസ്. മൈ ഫാദർ സ്കോൾഡഡ് മീ ഡാഷ് ഐ ലോസ് മൈ ഫോൺ. എൻ്റെ ഫാദർ എന്നെ വഴക്ക് പറഞ്ഞു ഡാഷ് ഐ ലോസ് മൈ ഫോൺ. അവിടെ ബ്ലാങ്ക് സ്പേസ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പിന്നെ വേർബാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താവും ആൻസർ? അത് കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. വി ക്യാൻസൽഡ് ദ പിക്നിക് ബിക്കോസ് ഓഫ് ദ റെയിൻ. അപ്പോൾ ബിക്കോസ് ഓഫ് എന്നുള്ളത് സെൻറ്റൻസിൻ്റെ മിഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലും ഉപയോഗിക്കാം. വി ക്യാൻസൽഡ് ദ പിക്നിക് ബിക്കോസ് ഓഫ് ദ റെയിൻ. അതല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദ റെയിൻ വി ക്യാൻസൽഡ് ദ പിക്നിക്, അങ്ങനെയും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബിക്കോസ് യൂസ് ചെയ്യുമ്പോഴും സ്റ്റാർട്ടിങ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ മിഡിലും യൂസ് ചെയ്യാം. വി ക്യാൻസൽഡ് ദ പിക്നിക് ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് വി ക്യാൻസൽഡ് ദ പിക്നിക്, അങ്ങനെയും ആവാം. അപ്പോൾ ഇന്നത്തെ ലെസൺ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണും എന്ന് വിചാരിക്കുന്നു.